നമസ്കാരം, എല്ലാവർക്കും സതേൺ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. പിന്നെ ഞാൻ സതേൺ മെനുവിൽ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. തക്കാളി പുളിശ്ശേരി എന്നാണ് ഞങ്ങൾ ഇതിന് പറയുന്നത്. തക്കാളി മോരുകറി എന്നും പേരുണ്ട്, അതേപോലെ തന്നെ തക്കാളി കറി എന്നും പറയാറുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 വലിപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുക്കുക. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ചിരകിയത് വേണം. അപ്പോൾ ഇത് ഏകദേശം ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു അരമുറി തേങ്ങ എടുക്കുക. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. ജീരകം എന്ന് പറയുമ്പോൾ ചെറിയ ജീരകമാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. ഇത് നമ്മൾ അരപ്പ് തയ്യാറാക്കാൻ ആവശ്യത്തിനുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. അപ്പോൾ നമ്മുടെ തേങ്ങയും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ എരിവിന് പച്ചമുളകും ചേർത്താണ് അരക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിൽ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയിൽ ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കരുത് കേട്ടോ. അരപ്പ് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒരുപാടൊന്നും വേണ്ട. തക്കാളി വേവുന്ന സമയത്ത് അതിൽ നിന്നും കുറച്ച് വെള്ളം വരും. അതുകൊണ്ട് ഏകദേശം ഒരു 1/4 മുതൽ 1/2 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വേവിക്കുന്നത്. ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് ഉടയുന്ന പരുവം വരെ വേവിച്ചെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് കാണും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നോക്കിക്ക് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗ്രേവിയുടെ തിക്നെസ് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് ഒരുപാട് കട്ടിയിലാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഗ്രേവിയുടെ തിക്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. ആ തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അത് നോക്കിക്കാൻ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മോരാണ്. അപ്പോൾ മോരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഞാനിപ്പോൾ മോര് ഏകദേശം ഒരു മീഡിയം സൈസുള്ള ഗ്ലാസ് നിറയെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. മോരൊഴിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ എനിക്കിതിനകത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുവാണ്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് തിളക്കണം. ഒരുപാടൊന്നും തിളപ്പിക്കണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ആ മോരൊന്ന് ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വരും. ആ ഒരു പാകം വരെ ഒന്ന് ചൂടാക്കുക. അപ്പോൾ ഇത് നോക്കിക്കാൻ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ചൂടാക്കുക. അപ്പോൾ ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനി ഇതിനകത്തേക്ക് തളിച്ചൊഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ തൈരാണെങ്കിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം തിളപ്പിക്കരുത്. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ എടുക്കുക. അതിനകത്തേക്ക് ഏകദേശം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ ഉണക്കമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. 1 or 2 ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തക്കാളി പുളിശ്ശേരി അഥവാ തക്കാളി മോര് കറി റെഡി ആയിട്ടുണ്ട്. ഈ തക്കാളി കറി വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.